നമസ്കാരം. പ്രധാന വാർത്തകൾ. കരിങ്കൽ കോറി ഇടിഞ്ഞ് വൻ അപകടം, 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കും. കണ്ണൂർ കൂത്തുപറമ്പ് വട്ടിപ്പുറത്ത് കരിങ്കൽ കോറി ഇടിഞ്ഞ് വീടുകൾ തകർന്നു. മാവുള്ളക്കണ്ടി പറമ്പിൽ ബാബുവിന്റെയും ടി പ്രണിതയുടെയും വീടുകളാണ് തകർന്നത്. 20 വർഷം മുമ്പ് പ്രവർത്തനം നടത്തിയ ക്വാറിയാണ് ഇടിഞ്ഞത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. കോറി ഇടിഞ്ഞ പശ്ചാത്തലത്തിൽ സമീപത്തെ 10 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിക്കും. കോറി പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് വലിയ രീതിയിൽ മണ്ണിടുകയായിരുന്നു. വീടുകളിലുണ്ടായിരുന്നവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. 2 വീടുകളിലും കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അപകടമുണ്ടായത് പുലർച്ചെ. തൊഴിലാളികളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. കണ്ണൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം, അച്ഛനും മകനും ദാരുണാന്ത്യം. കണ്ണൂർ മട്ടന്നൂർ നെല്ലുന്നിയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അച്ഛനും മകനും മരിച്ചു. ഉരുവാച്ചിലെ നവാസ്, മകൻ യാസിൻ എന്നിവരാണ് മരിച്ചത്. നവാസിന്റെ ഭാര്യ അസീറ, മക്കളായ റിഷാൻ, ഫാത്തിമ എന്നിവരെ ഗുരുതര പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നവാസും യാസിനും അപകട സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. നിപ്പ ബാധിച്ച് ചികിത്സയിലായിരുന്ന 14-കാരൻ മരണത്തിന് കീഴടങ്ങി. നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 14-കാരൻ മരിച്ചു. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ കുട്ടിയാണ് മരിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിൽ ഇന്നലെയാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇക്കഴിഞ്ഞ 15-ാം തീയതി മുതൽ രോഗലക്ഷണങ്ങൾ കണ്ട കുട്ടിയെ ആദ്യം പാണ്ടിക്കാട്ട് ക്ലിനിക്കിലും പിന്നീട് 2 സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിച്ച ശേഷമാണ് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ എത്തിച്ചത്. നിപ്പ സ്ഥിരീകരിച്ചതിന് പിന്നാലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട് റോഡിലേക്ക് വീണു. ആംബുലൻസ് കയറിയിറങ്ങി യുവാവിന് ദാരുണാന്ത്യം. വാഹനാപകടത്തിൽപ്പെട്ട് റോഡിൽ വീണ യുവാവിന് മേൽ ആംബുലൻസ് കയറിയിറങ്ങി മരിച്ചു. തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശി അനന്തുവാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ ബൈക്കിടിച്ച് അനന്തു റോഡിൽ വീഴുകയായിരുന്നു. തുടർന്ന് തൊട്ടു പിന്നാലെ വന്ന ആംബുലൻസ് അനന്തുവിന്റെ ശരീരത്തിൽ കയറിയിറങ്ങിയാണ് അപകടമുണ്ടായത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസാണ് അനന്തുവിന് മേലെ കയറിയിറങ്ങിയത്. അപകടത്തെ തുടർന്ന് ആംബുലൻസ് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂരിൽ വീണ്ടും മിന്നൽ ചുഴലി. വരന്തപ്പള്ളി പഞ്ചായത്തിലെ 19-ാം വാർഡിലെ തെക്കേ നന്ദിപുരത്താണ് ഇന്ന് രാവിലെ ചുഴലിക്കൊടുങ്കാറ്റുണ്ടായത്. കാറ്റിൽ 300-ലധികം കുലച്ച ഏത്തവാഴകൾ ഒടിഞ്ഞു വീണു. നിരവധി വീടുകൾ, ജാതിമരങ്ങൾ എന്നിവ കടപുഴകി. വൻ മരങ്ങളും കടപുഴകി വീണു. പുതുക്കാട് പഞ്ചായത്തിലെ കുണ്ടുകടവ് പ്രദേശത്തും ചുഴലിക്കൊടുങ്കാറ്റ് വീശി. മരം വീണ് 6 വീടുകൾക്ക് ഭാഗിക നാശനഷ്ടമുണ്ടായി. കോറ്റുംകുളം സുരേഷിന്റെ കാറിന് മുകളിലേക്ക് മരം വീണു. വൈദ്യുതി ലൈനുകളും വ്യാപകമായി നശിച്ചു. പുതുക്കാട് MLA കെ രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി. ഒഴുക്കിൽപ്പെട്ട് കാണാതായ മലയാളി വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. വടക്കൻ യൂറോപ്പിൽ ലത്വയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മലയാളി വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ഇടുക്കി ആനച്ചാൽ സ്വദേശി അറക്കൽ ആൽബിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ജൂലൈ 18-നാണ് ആൽബിനെ തടാകത്തിൽ കാണാതായത്. സുഹൃത്തുക്കൾക്കൊപ്പം തടാകത്തിലിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. ലാത്വിയയിലെ റിഗയിൽ നോവിക്കൊണ്ടോസ് മാരിടൈം കോളേജ് വിദ്യാർത്ഥിയാണ് ആൽബിൻ. അർജുനു വേണ്ടിയുള്ള തിരച്ചിലിനായി ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറുകൾ നാളെ എത്തും. കർണാടകയിലെ ഷിരൂരിലെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിന് വേണ്ടി കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങൾ എത്തിക്കാനുള്ള തീരുമാനവുമായി സൈന്യം. പൂനെയിൽ നിന്നും ചെന്നൈയിൽ നിന്നുമാണ് കൂടുതൽ റഡാറുകൾ എത്തിക്കുകയെന്ന് കർണാടക കേരള സബ് ഏരിയ കമാൻഡർ മേജർ ജനറൽ VT മാത്യു പറഞ്ഞു. കരയിലും വെള്ളത്തിലും തിരച്ചിൽ നടത്താനാകുന്ന തരം സംവിധാനങ്ങളാണ് കൊണ്ടുവരികയെന്നും മേജർ ജനറൽ പറഞ്ഞു. MV ഗോവിന്ദനെതിരെ കടുത്ത വിമർശനവുമായി വെള്ളാപ്പള്ളി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ കടുത്ത വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത്. വള്ളം മുങ്ങാൻ നേരം കിളവിയെ വെള്ളത്തിലിടുന്നത് പോലെ SNDPയെ വെള്ളത്തിലിടാൻ നോക്കണ്ട. SNDPയുടെ പാരമ്പര്യം മലബാറിലെ ചില നേതാക്കന്മാർക്ക് അറിയില്ല. ഗോവിന്ദൻ മാഷ് ആര് പറഞ്ഞാലും തിരുത്തില്ല. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. ന്യൂനപക്ഷ പ്രീണനമാണ് LDFന്റെ വലിയ പരാജയത്തിന് കാരണം. കാലഘട്ടത്തിന്റെ മാറ്റം LDF തിരിച്ചറിഞ്ഞ് പ്രായോഗികമായി പ്രവർത്തിക്കണം. UDFന്റെ വോട്ട് BJP പിടിക്കുന്നത് കൊണ്ടാണ് പല മണ്ഡലങ്ങളിലും LDF വിജയിക്കുന്നത്. LDFന്റെ ഐശ്വര്യമാണ് NDA എന്നും
വെള്ളാപ്പള്ളി നടേശൻ ചേർത്തലയിൽ പറഞ്ഞു. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ചു. ജൂലൈ 24 മുതൽ വിതരണം ചെയ്യും. സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഒരു ഗഡു വിതരണം ബുധനാഴ്ച തുടങ്ങുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. 1600 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. ഇതിനായി 900 കോടി അനുവദിച്ചു. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും. വനിതാ ഏഷ്യാകപ്പിൽ UAE-ക്കെതിരെ വമ്പൻ ജയം. വനിതാ ഏഷ്യാകപ്പിൽ UAE-ക്കെതിരെ 78 റൺസിന്റെ വമ്പൻ ജയവുമായി സെമിയോടടുത്ത് ഇന്ത്യ. ആദ്യം ബാറ്റ് ചെയ്ത് 201 റൺസിന്റെ റെക്കോർഡ് സ്കോർ കുറിച്ച ഇന്ത്യ UAE 20 ഓവറിൽ 123 റൺസിൽ ഒതുക്കിയാണ് തുടർച്ചയായ രണ്ടാം ജയവുമായി സെമി ഉറപ്പിച്ചത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തകർത്തിരുന്നു. ചൊവ്വാഴ്ച നേപ്പാളിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. സ്കോർ ഇന്ത്യ 20 ഓവറിൽ 201 5, UAE 20 ഓവറിൽ 123 7.